ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്നുള്ളതൊരു മാളിലാണ്. ഞാൻ വിനോദൻ്റെ കാർഡൊക്കെ സ്കേറ്റുണ്ട് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. കാരണം ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വിനോദൻ്റെ കാർഡ് വന്നിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും പോയി വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ കാർഡായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിക്കും. കാരണം സമ്മറിൻ്റേതായ ഡ്രസ്സുകൾ എനിക്ക് കുറവാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വേറെ ഡ്രസ്സൊന്നും ഇല്ലെന്ന്. കുറവായത് കൊണ്ടല്ല, ഞാൻ ഇച്ചിരി വണ്ണം വെച്ചതുകൊണ്ട് എനിക്കതൊന്നും കയറുന്നില്ല. അപ്പോൾ എനിക്കത് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിലേക്ക് പോവാം. നമ്മളിവിടെ എൻ്റെ ഷോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇത്ര വലുതൊന്നുമല്ല, ചെറുതാണ്. ഇവിടെ പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കാണുന്ന ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഷോപ്പ് ചെയ്യാമെന്ന്. Filming music videos and hanging out with A-list movie stars, Simon Pegg, Nick Frost. Is any of what I've said interesting on the radio? ചെറുതാണ്, ഭയങ്കര പൊക്കമാണ് നിനക്ക്. ഇതല്ല എങ്ങനെ ടൈറ്റുണ്ടോ? സ്ട്രെച്ചബിളല്ലേ? പക്ഷെ ഒത്തിരി എന്തോ ഇത് മാത്രമായിട്ട് ഇടാനാണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാനൊരു 2-3 ജോഡി ഡ്രസ്സ് എടുത്തു. ഇവിടെ കടകളൊക്കെ ഷോപ്പൊക്കെ അടച്ചു തുടങ്ങി. അതുകൊണ്ട് അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഹർബറിയായിട്ട് 2-3 ജോഡി ഡ്രസ്സ് എടുത്തു. 5 മണിയായി. ഇവിടെ 5 മണിയാകുമ്പോഴേക്കും കടകളൊക്കെ അടച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ അടുത്ത ഷോപ്പിംഗ് നാളെയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗൈസ്, ഇത് സെക്കൻഡ് ഡേ ആണ്. ഞാനിപ്പോൾ ഉള്ളത് അഡിഡാസിലാണ്. അപ്പോൾ ഞാൻ ഷൂസ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന്. ഷൂസ് വാങ്ങിച്ചു. കുറേ ഷോപ്പുകളിൽ കയറി നടന്ന് ലാസ്റ്റ് കിട്ടി. ഭംഗിയല്ല, കംഫർട്ട് നോക്കി കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ നന്നായിട്ട് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട്.
അങ്ങനെ ഇതാണ് അടുത്ത നെക്സ്റ്റ് വിനോദൻ്റെ ഗിഫ്റ്റ്. ഷൂ അങ്ങനെയല്ല കേട്ടോ, ഗിഫ്റ്റ് എന്നല്ല, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ ഷൂ. പക്ഷെ പൈസ കൊടുക്കുന്നത് ഞാനാണ്. അതെ, അല്ല, ഞാൻ ഷൂ വാങ്ങിക്കാനിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് വിനോദമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ഷൂ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ കംഫർട്ടല്ല മെയിൻ. ഞാൻ ഭംഗി നോക്കി എടുത്തതല്ലത്. എനിക്ക് കാലിൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ്. നല്ല സോഫ്റ്റാണ്, നടക്കുമ്പോൾ പെയിനില്ല. ഞാൻ ഓടിയത് നോക്കി, അത് നോക്കിയെടുത്തതാണ്. ആയിക്കോട്ടെ. 12 hours ഇട്ട് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. നിന്ന് നിൽക്കല് നിൽക്കാന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഭംഗി നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ കാല് പോകും. എടുക്കും ഫിക്സ് ചെയ്യും. പിന്നെ ഞാൻ ബൂട്ട്സിൽ നിന്ന് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിച്ചു. ഇതെല്ലാം ഒരു ദിവസമല്ല കേട്ടോ, പല പല ദിവസങ്ങളിൽ എനിക്ക് ഒഴിവുള്ള പോലെ വാങ്ങിച്ചു. എൻ്റെ ബർത്ത്ഡേക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ വിനോദേട്ടൻ കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു. ഫൈനലി ഞാൻ ചെയ്തത് പെഡിക്യൂറാണ് കേട്ടോ. പെഡിക്യൂർ ചെയ്യണമെന്ന് കുറച്ചാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതും കൂടി അങ്ങ് ചെയ്തു. ഞാൻ വിചാരിച്ചു എനിക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെ വെറുതെ കുറേ എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ക്യാഷ് വെറുതെ കളയുന്നതിൽ നല്ലത് എനിക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തത്. കാരണം ഈ മാസം സാലറി കിട്ടുമ്പോൾ ഞാൻ ചെയ്യാനിരുന്ന കാര്യങ്ങളായിരുന്നതും അതെല്ലാം. പക്ഷേ വിനോദേട്ടൻ ഇത് തന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. Thank you for coming today.